ഹേ ഹലോ സുഖാണോ എല്ലാവർക്കും ഫൺ 2.2ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് ഗൈസ്. ഇപ്പം തുടങ്ങിയ നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് ഗൈസ്. ഞാൻ ചുമ്മാ അടിച്ചുണ്ടാക്കിയൊരു സീഡാണ് ഗൈസ്, 69101. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കയറാം. ബെഡ്റോക്ക് പ്ലസ് ജാവ വർക്കാകുമെന്ന് തോന്നുന്നു. ബെഡ്റോക്ക് ഉറപ്പായിട്ടും വർക്കാകും, ജാവയുടെ കാര്യം അറിയത്തില്ല. ഞാൻ ഇപ്പോൾ ഇരുന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത 69101 എന്ന്. ഓക്കെ, അത് സ്പോൺ ആയത് 1.20 വന്ന പുതിയ ബയോമിലാണ് ഗൈസ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഫുൾ അയൺ ആർമർ ആകുക എന്നാണ് ഗൈസ്. അപ്പം ഞാൻ ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമുക്ക് എന്തായാലും കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്ത് കുറച്ച് ടൂൾസ് ആദ്യം റെഡിയാക്കാം ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പിന്നെ ഞാൻ ലാസ്റ്റ് ഡേ MRP ട്രോൾ സെർവറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഗൈസ്. അതിനകത്താണ് ഞാനൊരു ബേസ് ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. സെക്കൻഡ് വീഡിയോയിൽ ഞാൻ ആരെങ്കിലും ട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് സെർവറിൽ കയറിയിട്ട് ബേസിൻ്റെ മുന്നിൽ നിന്ന് ഇൻട്രോ എടുക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ നോക്കിയാൽ ബേസ് കാണുന്നില്ല. കുറച്ച് ബ്ലോക്ക് അവിടെ ഉണ്ട്, ഫുള്ള് TNT വെച്ച് പൊട്ടിച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. ട്രോൾ ചെയ്യുവാണെ പ്രാങ്കിലെ പണി കൊടുക്കണം, ഇതാണ് ചുമ്മാ TNT ഇട്ട് പൊട്ടിച്ച് കളയുക. പിന്നെ ഓക്കെ, ഞാൻ പിന്നെ ഇപ്പോൾ സെർവറിൻ്റെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നടക്കും, അതുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ വീഡിയോ അതായത് ലെറ്റ്സ് പ്ലേ വേൾഡ് തുടങ്ങിയത് ഗൈസ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ വുഡ് മൈൻ ചെയ്ത് തന്നെ തുടങ്ങാം ഗൈസ്. എന്തായാലും ഇതെന്തോ പെറ്റൽസ് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ ഫസ്റ്റ് വുഡാണ് ഗൈസ്. ഈ വേൾഡിൽ വന്നിട്ട് ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്കാണ് ഗൈസ്. അതവിടെ ഞാൻ വെച്ചിട്ട് ബാക്കി ബ്ലോക്കിന് നമുക്ക് പൊട്ടിച്ച് ആവശ്യത്തിനുള്ള ടൂൾസും ആർമറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാം ഗൈസ്. ആർമറല്ല, ടൂൾസ് ഗൈസ്. ഞാൻ കുറേ ടൂൾസ് ഉണ്ടാക്കുന്നില്ല, ഒരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ സ്റ്റോൺ ആയിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കാം. വുഡിന് അത്ര പവർ ഇല്ല ഗൈസ്, വേഗം പൊട്ടും. ചുമ്മാ എന്തിനാ വുഡ് കളയുന്നേ. ഇത് വലിയൊരു ഭയമാണ്. ഞാൻ കയറുന്ന മുമ്പ് എല്ലാം ഒന്ന് നോക്കി, ഈ വേൾഡിൽ വന്നിട്ട് വീഡിയോ ഓൺ ആക്കുന്ന മുമ്പ് എല്ലായിടും ഒന്ന് നോക്കി. എത്രയും വലിയ ഭയം വന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 1000 ബ്ലോക്കോളം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി. എന്തായാലും ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് വുഡ് എടുക്കാം. എന്തായാലും കുറേ ഒന്നും ആവശ്യം വരത്തില്ല. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ അയൺ ആർമർ ആകണം, അതെന്തായാലും കമ്പൽസറിയാണ് ഗൈസ്. അയൺ ആർമർ ആയിട്ട് വേണം നെക്സ്റ്റ് എപ്പിസോഡിൽ ഒന്നി നമ്മൾ ബേസ് ഉണ്ടാക്കും, ഇല്ലേ ഡയമണ്ട് ആർമറോടായിട്ട് ബേസ് ഉണ്ടാക്കും ഗൈസ്. പിന്നാണ് ഞാനാണ് ഡ്രാഗനെ കൊന്ന് എലൈറ്റർ എടുത്ത് കഴിയുമ്പോൾ ഈ വേൾഡ് ലെറ്റ്സ് പ്ലേ നിൽക്കും ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വേൾഡ് ഡൗൺലോഡും തന്നിട്ട് ഞാൻ ഈ ലെറ്റ്സ് പ്ലേ നിർത്തും. അതിന് മുമ്പ് തന്നെ ഞാൻ കുറേ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് എന്തായാലും ഡ്രാഗനെ കൊല്ലത്തുള്ളൂ. എന്തായാലും ഞാനൊരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് കുറച്ച് ഡേർട്ട് എടുക്കാം. എന്തായാലും ഇവിടെ നിന്ന് പൊട്ടിക്കാം. താഴെ ഒരു 3 ബ്ലോക്കെല്ലാം താഴെ പോകുമ്പോൾ തന്നെ എന്തായാലും ഇത് കാണും, സ്റ്റോണ്. നോക്കാം. ഈ തവണ നമുക്ക് ഓറാണ് കിട്ടിയത് ഗൈസ്. എന്തായിരുന്നു കോളാണ് ഗൈസ് കിട്ടിയത്. അവിടെ വുഡുണ്ട്. ഈ വുഡല്ല, സ്റ്റോൺ ഉണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. റോഡ് ടു 1Kയിലേക്കാണ് നമ്മുടെ പ്രതീക്ഷ ഗൈസ്. ബട്ട് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ 100K ആണ് ഗൈസ്. എന്ന് 100K നമ്മൾ അടിക്കുന്നു അന്ന് ഞാൻ ഫേസ് റിവീൽ നടത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യും. അതൊരു വ്ളോഗായിട്ടായിരിക്കും ചെയ്യുന്നത്. എന്തായാലും വേണ്ട, നമുക്കൊരു എന്തോ ഇത് കിട്ടി. മൈൻക്രാഫ്റ്റ് ടേക്കിംഗ് ഇൻവെൻട്രി, ബെഞ്ച് മേക്കിങ്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ടൈം ടു മൈൻ. എടാ ഞാൻ കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴത്തേനും മൈൻ ചെയ്യണോ? എന്തായാലും നമ്മൾ ചെയ്യും. ഗ്രാവല് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് ഗൈസ്. ഈ ഗ്രാവല് കാരണം എൻ്റെ നെതറൈറ്റ് പോയത്. ഞാൻ കുറേ നെതറിൽ കിടന്ന് നെതറൈറ്റ് മൈൻ ചെയ്തു. ഡയമണ്ട് വെച്ചാണേ, ഡയമണ്ട് പിക്കാക്സ് ആയതുകൊണ്ട് ചറ പറ നെതറാക്ക് പൊട്ടുമായിരുന്നു. ഞാൻ എക്സ്റേ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരെ കയറിയപ്പം ഈ ഒരു സാധനത്തെ ഗ്രാവല് ഇത് മണ്ടയ്ക്ക് വീണ് സഫക്കേറ്റ് ആയി ഗൈസ്. അങ്ങനെ ഞാൻ തീർന്നു. എൻ്റെ അത്രയും ഇതും പോയി. അതോടെ ഞാൻ അതിനെ വെറുക്കാൻ തുടങ്ങിയത് ഗൈസ്. എന്നിട്ട് നമുക്ക് മേളിലോട്ട് കയറിയിട്ട് കുറച്ച് ടൂൾസും കാര്യങ്ങളും ഉണ്ടാക്കി നമുക്ക് അയൺ മൈൻ ചെയ്യാൻ പോകാം ഗൈസ്. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? ക്രാഫ്റ്റിംഗ് ടേബിൾ ആർ യു ഹിയർ? യെസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ കാണുന്നില്ല. നമുക്ക് അവിടെ നിന്ന് കാണും, നോക്കാം. വേറെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാകും. വേണ്ട,
എവിടെ ആയിരുന്നു? അതുകൊണ്ടിരിക്കുന്ന ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇവിടെ അടുത്തായിരുന്നല്ലേ, ഞാൻ കണ്ടില്ലായിരുന്നു ആദ്യം. ഓക്കെ, നമുക്ക് വേണ്ടത് ഒരു ഇതെടുക്കാം. സ്വോർഡ് ഉണ്ടാക്കുന്ന മുമ്പ് പിക്കാക്സ് എടുക്കാം. സ്വോർഡ് ഉണ്ടാക്കാം. സ്റ്റോൺ തീർന്നില്ല, ഇതാ തീർന്നത്. എന്തുവാ, സ്റ്റിക്ക് തീർന്ന. കുറച്ച് സ്റ്റിക്ക് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതാക്കാം. ബാക്കിയുള്ള ടൂൾസോടെ ഒരു ആക്സും ഒരു ഷവളും കൂടെ എടുക്കാം, കാരണം മണ്ണ് കുഴിക്കണേ അത് ആവശ്യം വരും. ഇത്രയും തന്നെ മതി. പിന്നെ ഒരു ഫർണസ്, അത് ആവശ്യമാണ് ഗൈസ്. ഫർണസ് ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടുന്ന അയൺ സ്മെൽറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. എന്തായാലും നമുക്കിനി ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങ് പൊട്ടിച്ചെടുക്കാം, കാരണം ഇനി ഇത് ആവശ്യം വരും. ചുമ്മാ വുഡ് വേസ്റ്റ് ചെയ്യേണ്ട, വീണ്ടും ഉണ്ടാക്കി. ഇവിടെ അടുത്ത് കേവോ വല്ലതും ഉണ്ടോ എന്ന് എന്തായാലും ഒന്ന് നോക്കാം. പറഞ്ഞില്ല, ദോണ്ട നിൽക്കുന്ന കേവ് നിൽക്കുമല്ലേ, അവിടെ ഉണ്ടൊരു കേവ്. ഇത് നല്ല വലിയ കേവ് കേട്ടോ. ഇതിനകത്ത് ഇപ്പോഴേ എന്തോ ഹോട്ട് ടോപ്പിക് അതെനിക്ക്. നമുക്ക് ഫർണസ് ഉണ്ടാക്കിയതിൻ്റെ ഈറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡ് കൊള്ളാം. ഇത് ചെറിയ കേവ് അല്ല, വലിയ കേവ്. ഇവിടെ അടുത്തൊന്നും അയണും ഇല്ല. ഇത് കഷ്ടമെന്ന് പറ. എന്തായാലും ഇതുകൊണ്ട് എൻഡർമാനൊക്കെ ഉണ്ട്. ഈ കേവ് അത്ര സേഫ് അല്ലേ. ഇപ്പം അങ്ങോട്ട് പോയാൽ ഞാൻ ചാകും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പം പോണോ? ഇപ്പം കൺഫ്യൂസ് ആയല്ലോ, പോണോ വേണ്ടേന്ന്. എന്തായാലും ഞാൻ ഒരു ബ്ലോക്ക് കൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് നോക്കാം എന്തെങ്കിലും സോംബിയോ സ്പൈഡറിനെ കാണാമോന്ന്. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, പക്ഷെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ കുറച്ച് പാടാ. അതുകൊണ്ട് എന്തായാലും ഞാൻ പിന്നെ എപ്പോഴേലും ഇറങ്ങിക്കോളാം. എന്തായാലും ഇപ്പം ഞാൻ ഇറങ്ങുന്നില്ല, ഇറങ്ങിയാൽ ചാകും, അത് ഉറപ്പാണ് ഗൈസ്. എന്തായാലും കയറാനും പറ്റുന്നില്ല. ഈ ഗ്രാവൽ എടുത്ത് വെക്കാം. എന്തായാലും എനിക്ക് ഗ്രാവൽ ആവശ്യമില്ല ഗൈസ്. അവിടെ സ്പൈഡറിനെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ ഒരു ചെറിയ കേവ് ഉണ്ട് ഗൈസ്. ഇത് കേവ് ആണോ? ഇത് കേവ് പോലെയാണ്, പക്ഷെ അല്ല. ഇത് ചെറിയ കേവാ ഗൈസ്. അതുകൊണ്ട് അവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്. അതിന് മുമ്പ് തന്നെ കുറച്ച് കോളൂടെ കിടക്കണം, അതുകൂടെ എടുക്കാം. കാരണം ഒരു ടോർച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോകാം, കാരണം ഫുള്ള് ഇരുട്ടായിരിക്കും. എന്തായാലും നമുക്ക് കുറച്ച് കോൾ ആവശ്യമാണ്. അയൺ സ്മെൽറ്റ് ചെയ്യാനും എല്ലാം വേണം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 5 എണ്ണം ആയിട്ടുണ്ട്. എന്തായാലും ഇത്രയും വെച്ച് കുറച്ച് ഇതുണ്ടാക്കാം, ടോർച്ച്. നമ്മുടെ സ്റ്റിക്കില്ല ഗൈസ്, കുറച്ച് സ്റ്റിക്ക് കൂടെ വേണ്ടി വരും. അതിന് മുമ്പ് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ബെഡ് റോക്കിലാണ് ഗൈസ് കളിക്കുന്നത്. എൻ്റെ PC എല്ലാം അടിച്ചു പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ PC എല്ലാം ലാപ്പ് അടിച്ചു പോയി ഗൈസ്, ലാപ്ടോപ്പ്. എന്തായാലും 16 ടോർച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി കേവിൻ്റെ അടിയിലോട്ടേക്ക് പോവാം ഗൈസ്. ഞാനിത് നിങ്ങളെ കാണിച്ച് ടൈം കളയുന്നില്ല, ആർമറായി ഗൈസ്. കാണിച്ച് ടൈം കളയുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് ആർമറായി ഗൈസ്. ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന ഗ്രൈൻഡ് ചെയ്തത്, കാരണം നിങ്ങളെ എത്രയും കാണിച്ച് ബോർ അടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. 9 ബാക്കിയും വന്നു ഗൈസ്. കുറേ ടൂൾസൊന്നും ഉണ്ടാക്കിയില്ല, ആവശ്യത്തിനുള്ള 3 ടൂൾസ് അത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് എൻ്റെ ഡ്രീമായിട്ടുള്ള സിൽവർ പ്ലേ ബട്ടൺ ഇല്ലേ 100Kയിലേക്ക് നമ്മൾ വേഗം എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് ടൈം ഫോർ സൈൻ ഓഫ്. ബൈ.